കേരളത്തിലെ നിരവധി പ്രമുഖരെ പല കേസുകളുടെയും പേര് പറഞ്ഞ് കുറച്ചുനാൾ ഇ ഡി വിരട്ടിയതാണ്. ഇപ്പോൾ ഇ ഡിക്ക് പേടി വിജിലൻസിനെയാണ്. കൈക്കൂലി കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായതോടെ വിജിലൻസും കളത്തിലിറങ്ങി. അഴിമതി കേസിലെ വിവരശേഖരണത്തിൻ്റെ ഭാഗമായി അന്വേഷണ സംഘം ഇ ഡിയുടെ കൊച്ചി ഓഫീസിലെത്തി നോട്ടീസ് നൽകി. കേസുകളുടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനാണ് നോട്ടീസ് നൽകിയതെന്നാണ് വിജിലൻസിൻ്റെ വിശദീകരണം. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി ഇടപാടിൽ പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. അതിനിടെ ഒന്നാം പ്രതിയായ ശേഖർ കുമാറിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. കൊല്ലത്തെ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനെതിരായ കേസ് ഒതുക്കാമെന്ന് വാഗ്ദാനം നൽകി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് കൈക്കൂലി കേസിലെ രേഖകൾ ആവശ്യപ്പെട്ട് ഇ ഡിയുടെ കൊച്ചിയിലെ ഓഫീസിൽ നേരിട്ടെത്തി വിജിലൻസ് സംഘം നോട്ടീസ് കൈമാറിയത്. വിജിലൻസ് കേസിലെ പരാതിക്കാരനെതിരെ ഇ ഡി നേരത്തെ രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ കേസിന്റെ വിശദാംശങ്ങൾ ലഭിക്കാനാണ് നോട്ടീസ് നൽകിയതെന്ന് വിജിലൻസ് എസ് പി എസ് ശശിധരൻ വ്യക്തമാക്കി. അനീഷ് ബാബുവിന്റെ കേസുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അന്വേഷണങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇ ഡി ഓഫീസിൽ നടന്നിരിക്കുന്നത് എന്നാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. നമ്മളിന്ന് സ്പെസിഫിക് ആയിട്ട് വേണ്ട റെക്കോർഡ്സ് എന്നൊക്കെയാണ് അത് തരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസേഴ്സ് ഒരു ലെറ്റർ കൊടുക്കാൻ പോയതാണ്. അല്ലാതെ അവിടെ ഒരു പരിശോധനയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഈ കേസിലേക്ക് വേണ്ട കാര്യങ്ങൾ, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അനുവദിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് പോയി ലെറ്റർ കൊടുത്തത്. അതേസമയം കേസിൽ വിജിലൻസ് ഒന്നാം പ്രതിയാക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. കേസിലെ ഒന്നാം പ്രതി ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ അറസ്റ്റാണ് ജസ്റ്റിസ് പി ജി അജിത് കുമാർ തടഞ്ഞത്. കേസുമായി ബന്ധപ്പെട്ട് ശേഖർ കുമാറിനെ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യില്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു. ഇക്കാര്യം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കോടതിയുടെ നടപടി. ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ 10 ദിവസത്തിനകം മറുപടി നൽകാനും വിജിലൻസിന് കോടതി നിർദ്ദേശം നൽകി. കൊച്ചി സ്വദേശിയും ഇടനിലക്കാരനുമായ വിൽസൺ വർഗീസ്, രാജസ്ഥാൻ സ്വദേശി മുകേഷ് കുമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത് വാര്യർ എന്നിവരാണ് മറ്റു 3 പ്രതികൾ. ശേഖർ കുമാറാണ് കേസിലെ ഒന്നാം പ്രതി. താൻ നിരപരാധിയാണെന്നും ഗൂഢ ഉദ്ദേശത്തോടെയാണ് തന്നെ കേസിൽ പ്രതിയാക്കിയിരിക്കുന്നതെന്നുമാണ് ശേഖർ കുമാറിന്റെ വാദം. തനിക്കെതിരായ ആരോപണത്തിന് തെളിവുകളുടെ പിന്തുണയില്ല. കേസിൽ അറസ്റ്റിലായ ഇടനിലക്കാരുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ശേഖർ കുമാർ പറയുന്നു. നേരത്തെ കേസിൽ അറസ്റ്റിലായ 3 പ്രതികൾക്ക് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. തനിക്കെതിരെയുള്ള കേസ് അട്ടിമറിക്കാൻ പരാതിക്കാരനായ കശുവണ്ടി വ്യവസായി ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ കേസെന്ന് ശേഖർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.